അല്ല, നിങ്ങളൊക്കെ കയ്യിൽ കാശുണ്ടോ? ഇപ്പം നിങ്ങൾ കേൾക്കുന്നവർ വിചാരിക്കുമായിരിക്കും അല്ലേ, അയ്യോ ഇവള് കടം ചോദിക്കാൻ വന്നതാണോ എന്ന്. അല്ല കേട്ടോ. പണം ഇല്ലാത്തവൻ പിണമെന്ന് പണ്ട് ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലേ. ആ ഒരു ചൊല്ല് അവനവൻ്റെ ജീവിതത്തിൽ വരുമ്പോഴാണ് അത് മനസ്സിലാകുന്നത്. സത്യമല്ലേ? പണം ഇല്ലെന്നുണ്ടെങ്കിൽ ഇക്കാലത്ത് സ്നേഹബന്ധങ്ങൾ പോലും ഇല്ലെന്നുള്ളതാണ് സത്യം. ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ സ്നേഹത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ നിൽക്കുന്നത് പോലും പണത്തിൻ്റെ തുലാസിലാണെന്ന് സാരം. അങ്ങനെ തോന്നിയിട്ടുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമായിരിക്കും, ഷുവറായിട്ടും ഉണ്ടാവും. എത്ര സ്നേഹമുള്ള കുടുംബജീവിതമാണെങ്കിലും ഉണ്ടല്ലോ, അവിടെ സ്നേഹം കൊണ്ട് എല്ലാ കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്താലും മനസ്സിൽ ചിന്തിക്കും, കുറച്ച് കാശ് നമുക്കും ഉണ്ടായിരുന്നെങ്കിലെന്ന്. സത്യമല്ലേ? ആവശ്യത്തിന് പോലും ചിലവാക്കാൻ കഴിയാതെ കാശ് കയ്യിലില്ലാത്ത കാരണം നമ്മൾ എത്രയോ സ്ഥലങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടിട്ടുണ്ടാവാം അല്ലേ. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരുടെ കല്യാണത്തിന് പോകണമെങ്കിൽ, എന്തെങ്കിലും ഒന്ന് കൊടുക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ കാശ് വേണം. ഒരു ഹൗസ് വാമിങ്ങിന് വിളിച്ചു കഴിഞ്ഞാൽ പോകുമ്പോൾ എന്തെങ്കിലും ഒന്ന് നമ്മുടെ സന്തോഷത്തിന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കയ്യിൽ കാശ് വേണം. ഒരാളെ ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ നമ്മുടെ കയ്യിൽ കാശ് വേണം. നല്ലൊരു വീട് വെക്കണമെന്നുണ്ടെങ്കിൽ കയ്യിൽ കാശ് വേണം. മക്കളെ പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ കയ്യിൽ കാശ് വേണം. അങ്ങനെ എല്ലാത്തിനും വേണ്ടത് കാശ് തന്നെയാണ്. അവിടെയൊക്കെ ചെന്നിട്ട് എനിക്ക് നിന്നോട് സ്നേഹമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കുട്ടികളെ പഠിപ്പിക്കാൻ ചെല്ലുമ്പോൾ, അഡ്മിഷൻ എടുക്കാൻ ചെല്ലുമ്പം കോളേജുകാരോട് എനിക്ക് നിങ്ങളുടെ അടുത്ത് സ്നേഹമുണ്ടെന്ന് പറഞ്ഞാൽ അഡ്മിഷൻ കിട്ടത്തില്ല. അവിടെ ചിലപ്പോൾ മാർക്കുണ്ടെങ്കിലും പോലും കിട്ടണമെന്നില്ല പൈസ കൊടുക്കാതെ. ഒരു കുടുംബത്തിൽ 5 മക്കളുണ്ടെന്നിരിക്കെ അതിൽ 2 മക്കള് നല്ല കാശ് സമ്പാദിക്കുന്നവരും കയ്യിൽ കാശുള്ളവരും ഒക്കെയാണ്. ബാക്കി 3 എണ്ണം തട്ടിയും മുട്ടിയൊക്കെ അങ്ങനെ പോവുകയാണ്. ആ കുടുംബത്തിനകത്ത് അച്ഛനും അമ്മയും ഓരോ കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ ആദ്യം ചോദിക്കുന്നത് ഈ 2 പേരോടായിരിക്കും. ഏത് 2 പേരോട്? ഈ കാശുള്ള 2 പേരോട്. കാരണം അവർക്കറിയാം അവരായിരിക്കും ചിലവാക്കേണ്ടി വരുന്നതും ചിലവാക്കുന്നതും എന്ന്. മറ്റു 3 പേരോടും പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളത്. അപ്പോൾ അവിടെ എന്തിനാണ് മൂല്യം വന്നത്? കാശിനല്ലേ. പണത്തിന് മേൽ പരുന്തും പറക്കില്ലെന്ന് പറയുന്നത് എത്ര സത്യമാണല്ലേ. ഇതൊക്കെ സത്യമാണെങ്കിലും ഉണ്ടല്ലോ, കാശുണ്ടാക്കണം എന്നുള്ളത് പരമമായ സത്യമാണെന്നുള്ളത് വാസ്തവമാണ്. എന്നിരിക്കെ നേരായ മാർഗത്തിലൂടെ മാത്രമേ കാശുണ്ടാക്കാവൂ എന്നുള്ള സത്യം നമ്മൾ മറക്കരുത്. ചിലരൊക്കെ, എല്ലാവരും അല്ലാട്ടോ, വളരെ ചുരുക്കം പേര്, ചിലരൊക്കെ ചിന്തിക്കുന്നത് എങ്ങനെ വളഞ്ഞ വഴിയിലൂടെ എളുപ്പമാർഗത്തിലൂടെ കാശുണ്ടാക്കാമെന്നാണ്. അതിനുവേണ്ടി ചിന്തിച്ച് ചിലപ്പോൾ അവർ ഊരാക്കുടുക്കിലൊക്കെ ചെന്ന് വിടാറുണ്ട്. നമ്മൾ മറ്റുള്ളവരെ ചതിച്ചോ, നമ്മൾ അനാവശ്യമായ കാര്യങ്ങളിലൂടെയോ മോശമായ മാർഗത്തിലൂടെയോ ഒക്കെ ഉണ്ടാക്കുന്ന യാതൊന്നും തന്നെ നിലനിൽക്കില്ല എന്നുള്ള വാസ്തവം നമ്മൾ ആദ്യം മനസ്സിലാക്കണം. നിലനിൽക്കില്ല എന്നത് മാത്രമല്ല, നമ്മൾ മറ്റുള്ളവൻ്റെ മുതൽ അപഹരിക്കുമ്പോൾ, മറ്റുള്ളവനെ ചതിച്ച് നേടുന്നത്, കള്ളത്തരത്തിലൂടെ നേടുന്നത്, അല്ലെങ്കിൽ കള്ളത്തരമായ കാര്യങ്ങൾ ചെയ്ത് നേടുന്നത്, അനാവശ്യമായ മാർഗങ്ങളിലൂടെ നേടുന്നതൊക്കെ നിലനിൽക്കില്ല എന്ന് മാത്രമല്ല, അത് നമ്മൾക്കും വരുന്ന തലമുറകൾക്കും ശാപം കൂടിയാണ്. അപ്പോൾ കാശുണ്ടാക്കുമ്പോൾ ചിന്തിക്കേണ്ടത് നേരായ മാർഗത്തിൽ സുരക്ഷിതമായി എങ്ങനെ നമുക്ക് കാശുണ്ടാക്കാമെന്നാണ്. പണ്ടൊക്കെ കുടുംബ ബന്ധങ്ങൾക്കും സ്നേഹബന്ധങ്ങൾക്കും വളരെ വലിയ വില കൽപ്പിച്ചിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് അതിലൊക്കെ മാറി. അതാണല്ലോ നമ്മൾ കാണുന്നത് തന്നെ. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ കൂട്ടുകുടുംബ വ്യവസ്ഥതയായിരുന്നു. ഇന്നങ്ങനെയല്ലല്ലോ. പക്ഷെ ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, കാശ് മാത്രമാണ് എല്ലാമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ചിന്തിക്കുന്നവരൊക്കെ വെറും വിഡ്ഢിവേഷം കെട്ടുകയാണെന്നേ പറയാൻ പറ്റുള്ളൂ. ദയ, സ്നേഹം, കരുണ, മറ്റുള്ളവരോടുള്ള അനുകമ്പ, നേരായ മാർഗത്തിലൂടെ കുറഞ്ഞ തുകയാണെങ്കിലും അത് സമ്പാദിക്കുക, ഇതൊക്കെയും ഉള്ളൊരു വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തിക്ക് ജീവിതത്തിൽ വിജയിക്കാൻ കഴിയും. മറ്റുള്ളവർക്ക് നമ്മൾ ഒരുപാട് വാരിക്കോരി കൊടുത്തില്ലെങ്കിലും നല്ല രീതിയിൽ നമ്മൾ പെരുമാറിയാൽ തന്നെ തിരിച്ച് അവരിൽ നിന്നും അതുപോലെ നല്ല പെരുമാറ്റം കിട്ടും. ഇനി അഥവാ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ അത് ആ ചാപ്റ്റർ അവിടെ ക്ലോസ് ചെയ്യാൻ പഠിക്കുക. അതോർത്ത് വിഷമിക്കരുത്. ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, കൊടുക്കുന്നതേ കിട്ടൂ എന്നുള്ളത്. പക്ഷെ എല്ലായ്പ്പോഴും അങ്ങനെ ആവണമെന്നില്ല കേട്ടോ. എൻ്റെ ചില അനുഭവങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ എത്രത്തോളം സ്നേഹിച്ചിട്ടുണ്ടോ തിരിച്ചതൊന്നും നമുക്ക് കിട്ടണമെന്നില്ല. അത് ഇപ്പോൾ സ്നേഹം എന്ന് പറയുമ്പോൾ എല്ലാവരും ചിന്തിക്കുന്നത് പ്രണയത്തിലൊക്കെ ആയിരിക്കും. അങ്ങനെയല്ല. സ്നേഹം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവരോടും സ്നേഹമായിരിക്കും. മാതാപിതാക്കളോട്, സഹോദരങ്ങളോട്, കൂട്ടുകാരോട്, അല്ലേ? അപ്പോൾ അതിലേത് സ്നേഹവും ആവാട്ടോ. അപ്പോൾ അവസാനമായിട്ടൊന്ന് പറയാനുള്ള എന്താണെന്നറിയോ? അവസാനം എന്ന് പറഞ്ഞാൽ ഈ വീഡിയോയുടെ അവസാനമായിട്ട്, പണം ഉണ്ടാക്കുന്നത് നല്ലത് തന്നെ. അത് നേരായ മാർഗത്തിൽ ആകുന്നത് ഏറ്റവും നല്ലത്. പക്ഷേ നമ്മളെ സ്നേഹിക്കുന്ന വ്യക്തിബന്ധങ്ങളെ നമ്മൾ ചേർത്ത് നിർത്തിക്കൊണ്ട് വേണം ഇതൊക്കെയും ചെയ്യാൻ.